എൻ്റെ പേര് ജോയി. ഞാൻ കോട്ടയം ജില്ലയിലെ വെളിയന്നൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി തന്നെ ഈ ആൾക്കാരെ സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 ഓഗസ്റ്റ് 28-നാണ്. ഞാൻ എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ മൂലമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ +1 പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് പഠനം ബുദ്ധിമുട്ടായി തുടങ്ങി. തോറ്റുപോകുമെന്ന് ഉറപ്പായിരുന്നു. ഞാൻ മാത്രമേ തോറ്റുപോകുള്ളൂ എന്നും എനിക്ക് തോന്നി. അതുപോലെ തന്നെ +1 2 വിഷയങ്ങൾക്ക് ഞാൻ തോറ്റുപോയി. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഒന്നും പഠനത്തിൽ അത്ര ശരിയാക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കവേ എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഒരു ചേച്ചി ചില സാധനങ്ങൾ വിൽക്കാൻ വരികയും അവരുടെ ജീവിതത്തിൽ കൃപാസനത്തിലൂടെ ഉണ്ടായ ചില അനുഗ്രഹങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തിൽ വന്നത്. അതിനു മുമ്പ് എനിക്ക് കൃപാസനത്തിൽ വിശ്വാസമില്ലായിരുന്നു. പൊതുവേ കൃപാസനത്തെക്കുറിച്ച് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കേട്ടിരുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 28-ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. എങ്കിലും കാര്യമായി ഒന്നും പാലിച്ചിരുന്നില്ല. ഞാൻ ഉഴപ്പിയാണ് ജീവിച്ചത്. എനിക്ക് പേടിയുണ്ടായിരുന്നു ഒരുപാട് തോറ്റുപോകുമെന്ന്. അതുകൊണ്ട് ഞാൻ ക്രിസ്മസ് പരീക്ഷയ്ക്കൊന്നും പോയില്ല പേടിച്ചിട്ട്. പിന്നെ +2 പബ്ലിക് പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. എൻ്റെ പേടി പോയി. എങ്കിലും ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ 3 വിഷയത്തിന് തോറ്റുപോയി. പക്ഷേ ഞാൻ വീണ്ടും ഉടമ്പടിയിൽ തന്നെ നിലനിന്നു. ഞാൻ വീണ്ടും പരീക്ഷ എഴുതിയെങ്കിൽ 2 വിഷയത്തിന് തോറ്റു, 1 വിഷയം ജയിച്ചു. അങ്ങനെ പക്ഷേ ഞാൻ ഉടമ്പടിയിൽ തന്നെ നിലനിന്നു. എൻ്റെ വീട്ടിലൊരു ഫോട്ടോ ഉണ്ട് മാതാവിൻ്റെ. ആ ഫോട്ടോയിൽ ഒരു ദിവസം ആ ഫോട്ടോ ആകെ പോയി വികൃതമായിട്ടിരിക്കുവാണ്, വെള്ളമൊക്കെ പറ്റി. അതിലൊരു ദിവസം ഈശോയുടെ രൂപം തെളിഞ്ഞു വന്നു പലതവണ. ഒരുപാട് നാളുകൾ അങ്ങനെ തന്നെ നിലനിന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഉച്ചയ്ക്ക് എൻ്റെ അമ്മ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ മാതാവിനെ കണ്ടു എന്ന് പറഞ്ഞു. കൃപാസന മാതാവിനെ തന്നെ കണ്ടു എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി ജീവിതം പാലിച്ച് കൃത്യമായി മുന്നോട്ട് പോയി. 2025 പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ വീണ്ടും ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ പരീക്ഷയ്ക്ക് പോയി എഴുതി. ഞാൻ തൈലം നെറ്റിയിൽ തൂത്ത് ഉപ്പുമായിട്ടാണ് പോയത്. പരീക്ഷകളിൽ ഞാൻ ഉപ്പ് വിതറി. ഞാൻ പഠിച്ചുകൊണ്ട് പോയ ചോദ്യങ്ങളാണ് ഏറെയും വന്നത്. അങ്ങനെ അമ്മ മാതാവ് എന്നെ ജയിപ്പിച്ചു. ഞാൻ +2 പാസ്സായി. രണ്ടാമതായുള്ള സാക്ഷ്യം, എനിക്ക് പണ്ട് മുതലേ ഈ ഒക്ടോബർ നവംബർ മാസം ക്ലൈമറ്റ് ആയാൽ പനിയും ജലദോഷവും ഈ തൊണ്ടവേദന പോലെയുള്ള അസുഖങ്ങൾ വരുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉപ്പ് നാവിൽ തൊട്ടും എണ്ണ തൂത്തും പ്രാർത്ഥിച്ച് പിന്നെ എനിക്കത് വന്നിട്ടില്ല. അത് പോയി. കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ എനിക്കത് വന്നില്ല. പിന്നെ ഞാൻ ഈ തോറ്റിരിക്കുന്നതിൻ്റെ ഇടയിൽ ലൈസൻസിന് ഒന്ന് പോയിരുന്നു. അപ്പോൾ ബൈക്കിൻ്റെ എനിക്ക് ആദ്യത്തെ പോക്കിൽ ഗ്രൗണ്ടിൽ 8 വരച്ചത് എനിക്ക് കിട്ടിയെങ്കിലും റോഡ് ടെസ്റ്റിൽ ഫെയിലായിപ്പോയി. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും പോയി. അപ്പോൾ ഞാൻ ഉപ്പുമായിട്ടാണ് പോയത്. ഉപ്പ് വിതറി ആ പ്രാവശ്യം എനിക്ക് പാസ്സായി. അങ്ങനെ എനിക്ക് പൊതുവെ മാതാവിൽ വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു പൊതുവെ. പിന്നീട് കുറച്ച് കഴിഞ്ഞ് കൊറോണയൊക്കെ വന്ന് വീട്ടിലിരുന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ വ്യാപൃതനായി. അങ്ങനെ എനിക്ക് ഞാൻ മതത്തിലുള്ള വിശ്വാസവും പൊതുവെ കുറഞ്ഞു. ഞാൻ ഞായറാഴ്ചയും പള്ളിയിൽ പോക്കൊക്കെ കുറഞ്ഞു. പൊതുവെ ഒരു പാപകരമായ ജീവിതമായിരുന്നു. അങ്ങനെ ഇതൊക്കെ പോയി. പിന്നെ കാരുണ്യപ്രവൃത്തിയായി ഞാൻ ചെയ്യുന്നത്, എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ ഇപ്പോൾ ഞാൻ എന്നും പള്ളിയിൽ പോകും. ദിവസം ഞാൻ 4 കൊന്ത ചെല്ലും. ഞാൻ എന്നും വചനം വായിക്കും. ഇപ്പോൾ ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കും. അങ്ങനെ കാരുണ്യപ്രവൃത്തിയായി ഞാൻ ചെയ്തത്, എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും നൽകി സഹായിക്കും. പിന്നീട് ഞാൻ ആശുപത്രിയിൽ പോകുമ്പോഴും അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും എന്നാലാവുന്ന രീതിയിൽ നൽകി സഹായിക്കും. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ഡെയിലി ബ്രെഡ്, ധ്യാനം, സാക്ഷ്യം, ലിവിങ് ഒറാക്കിൾസ് മുതലായവയെല്ലാം ഷെയർ ചെയ്യും. ഉടമ്പടി ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിന് ഈശോയ്ക്ക് നന്ദി.
അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ജോയലിൻ്റെ മനോഹരമായ ഒരു സാക്ഷി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ജോയലിനെപ്പോഴും ഒരു ബിഗ് സീറോ ആണ് ഞാൻ ലൈഫിൽ. ഞാൻ എപ്പോഴും പരീക്ഷയ്ക്ക് തോൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊന്നും പഠിച്ചിട്ട് ഒന്നും ശരിയാകുന്നില്ല. എൻ്റെ തോൽവിയാണ്, ഞാനെപ്പോഴും തോൽക്കുന്ന വ്യക്തി എന്ന നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജോയൽ. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന സ്ഥിതിക്ക് ഞാൻ പരീക്ഷ എഴുതിയിട്ട് എന്ത് കാര്യം എന്നുള്ള സ്ഥിതിയിൽ 12th താൻ സെക്കൻഡ് ടേം പരീക്ഷ എഴുതിയില്ല. അങ്ങനെയാണ് അദ്ദേഹം ട്രോളുകൾ കണ്ട് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അത് വളരെ മോശമായൊരു കാര്യമാണല്ലോ എന്നോർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ വീട്ടിൽ സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്നൊരു ചേച്ചിയാണ് കൃപാസന പത്രം കൈമാറി പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഇവിടെ വരുവാനും അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛനത് മകനെ തലയിൽ കൈപിടിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ നന്നായി അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ തവണ പരീക്ഷ എഴുതിയപ്പോൾ അവന് നല്ലൊരു വിജയം നൽകി. അവൻ +2 പാസ്സായി. താൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ അവിടെയെല്ലാം ഉപ്പ് വിതറുകയും വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം തൈലം പൂശി പ്രാർത്ഥിച്ചൊക്കെയാണ് വീട്ടിൽ നിന്ന് പോകാറ്. അത്രയും കാലം താനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു വിചാരമോ അല്ലെങ്കിൽ പള്ളിയിൽ പോകണം പ്രാർത്ഥിക്കണമെന്ന വലിയ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് പരിശുദ്ധ അമ്മ ആരൊക്കെയാണ്, എൻ്റെ കൂടെ ഈശോ ഉണ്ടല്ലോ, എനിക്കൊന്നിനും പേടിക്കണ്ടല്ലോ. ജോയൽ പറയായിരുന്നു, എനിക്കെല്ലാത്തിനും പേടിയായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കിപ്പോൾ പേടിയില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ റോഡ് ടെസ്റ്റിന് ഫെയിലായി, പക്ഷേ 8 എൻ്റെ ശരിയായി. സ്കൂട്ടർ ടെസ്റ്റിന് വേണ്ടി, 2 വീലറിൻ്റെ ടെസ്റ്റിന് വേണ്ടി. അതിനുശേഷമുണ്ടായ ടെസ്റ്റുകളെല്ലാം അദ്ദേഹം പാസ്സായി. ഇപ്പോൾ നല്ല ധൈര്യവാനായി. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമുക്ക് നല്ല ധൈര്യം ഉണ്ടാകുമെന്നാണ് നാം പഠിക്കുന്നതും നമ്മുടെ അനുഭവങ്ങളും അതാണ്. നമുക്ക് നല്ല ധൈര്യം വരും. ഒരു ധൈര്യമില്ലാതിരുന്ന വ്യക്തി, ഒരു കോൺഫിഡൻസ് ഇല്ലാതിരുന്ന വ്യക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എവിടെയെല്ലാം പോയി സുവിശേഷം പ്രസംഗിക്കുന്നതെന്നാണ് യേശു പറയുന്നത്. നമ്മുടെ വിശ്വാസമാണ് നമ്മളെല്ലാം മുന്നോട്ട് നീക്കുന്നതും പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയബോധം. പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം സാധ്യമാണ്. ജോയൽ പറയുകയായിരുന്നു, ഞാൻ ഒരിക്കൽ പോലും ജപമാല ചൊല്ലാറില്ലായിരുന്നു. ഇപ്പം ഞാൻ ഒരു ദിവസം 4 ജപമാല കൃത്യമായി ചൊല്ലും. ഒരുപാട് സമയം ഞാൻ ബൈബിൾ വായിക്കും. ഞാൻ എല്ലാ ദിവസവും കൃത്യമായി ദിവ്യബലിയിൽ പങ്കുകൊള്ളും. എനിക്ക് കുർബാന ഒരു വളരെ വലിയ ആഘോഷമാണ്. അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങൾ വരുമ്പോൾ ജോയലിന് എപ്പോഴും പനിയാണ്, ഒരു ക്ഷീണമാണ്, ഒരു അലസതയാണ്. ഉടമ്പടിയിൽ വന്നതിന് ശേഷം ജോയലിന് ഒരിക്കലും പനിയോ ഒരു ക്ഷീണമോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ മിടുക്കനായി അദ്ദേഹം ഇനി നല്ല തുടർന്ന് പഠിക്കുവാനും ജോലി ചെയ്യുവാനും തൻ്റെ മാതാപിതാക്കളെ സഹായിക്കുവാനും ഒക്കെയായി വളരെ ഊർജ്ജസ്വലതയോടുകൂടിയാണ് ഈ സാക്ഷ്യം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. കൃപാസനത്തിൽ വന്നതിൽ പിന്നെയാണ് എനിക്ക് ദൈവത്തെ മനസ്സിലായതെന്നാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് മനസ്സിലായതെന്ന് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു. നമുക്ക് ജോയലിനോടൊപ്പം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം. തുടർന്ന് പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനുള്ള എല്ലാ കൃപയും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിത്തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും സമർപ്പിച്ച് വലിയൊരു കയ്യടി ജോയലിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നൽകി സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.